അജയന്റെ രണ്ടാം മോഷണം എന്നും നമുക്ക് ചുരുക്കി തന്നെ വിളിക്കാം. 3D ആണ് സിനിമ. ഡയറക്റ്റഡ് ബൈ ജിതിൻ ലാൽ. പുള്ളിയുടെ ഡയറക്ടോറിയൽ ലഭ്യമെന്ന് തോന്നുന്നു. കുറേ പടത്തിന് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണെന്നാണ് ഞാൻ കേട്ടത്. പ്രൊഡ്യൂസ്ഡ് ബൈ ലിസ്റ്റിൻ സ്റ്റീഫൻ, മാജിക് ഫ്രെയിംസ്. റിട്ടൺ ബൈ സുജിത്ത് നമ്പ്യാർ. മ്യൂസിക് ബൈ ദിബു നിനാൻ തോമസ്. ജോമോണ്ടി ജോണിന്റെ സിനിമാറ്റോഗ്രാഫി വാസ് നൈസ്. എഡിറ്റർ ഷബീർ മുഹമ്മദ്. അപ്പോൾ സ്റ്റാറിങ് ടൊവിനോ തോമസ്, പിന്നെ അവരുടെ ബേസിലുണ്ട് ഹരീഷ് ഉത്തമൻ. നമ്മുടെ മറ്റേ ഇതൊക്കെ ഇല്ലടേ, അയ്യോ ഏതായിരുന്നു, കൈതിയിലെ മറ്റേ എന്താ അടൈക്കളം പുള്ളി. പിന്നെയും ഉണ്ട് സുധീഷ് ഏട്ടനുണ്ട്, സുരഭി ലക്ഷ്മി, മാല പാർവതി, ആക്ട്രസ് നമ്മുടെ കീർത്തി ഷെട്ടി, അങ്ങനെ തുടങ്ങിയവർ കുറച്ച് നമ്മുടെ ജഗദീഷ് ഏട്ടനൊക്കെ ഉണ്ട് പടത്തിൽ. അങ്ങനെ ഉള്ള കുറച്ച് പേരൊക്കെ ഉള്ള പടം. 3 കാലഘട്ടമാണ് പടത്തിൽ കാണിക്കുന്നത്. ഒരു കുഞ്ഞിക്കേളു എന്ന് പറഞ്ഞ ഒരു കളരി വാൾപ്പയറ്റ് വിദ്യ സമ്പന്നനായ ഒരു മനുഷ്യൻ്റെ ഒരു കഥ. അത് കഴിഞ്ഞ് നാടിനെ വിറപ്പിച്ച കള്ളനായ മണിയൻ്റെ കഥ, മണിയൻ്റെ ചെറുമകനായ അജയൻ്റെ കഥ. ഇങ്ങനെ 3 പ്ലേ ആണ് അവിടെ കാണിച്ചത്. 3 രീതിയിലാണ് കാണിച്ചത്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഒരു ഫോക്ലോർ, ഒരു ഫാന്റസി ടൈപ്പ് ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ പതിവ് പറയുന്നതിനും വിപരീതമായിട്ട് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ ഉണ്ടായിരുന്നുള്ള അതിൻ്റെ 2 രീതിയിലുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഫസ്റ്റ് ഹാഫ് വാസ് നൈസ്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എന്താ പറയുക, കുറേയൊക്കെ നമുക്കിങ്ങനെ തുടക്കത്തിലൊക്കെ ഒരു നറേറ്റീവ് സാധനമൊക്കെ ഉണ്ട്, ഒരു പ്രമുഖ നടൻ്റെ ഒക്കെ ആരുടെ ഞാൻ പറയുള്ളൂ. ഞാൻ കേട്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ കഥയിലോട്ട് വരുമ്പോഴത്തേക്കും തുടക്കം കാണിക്കുന്ന കുഞ്ഞിക്കേളുവിൻ്റെ പോർഷൻസാണ്. പുള്ളീൻ്റെ മറ്റേ വാൾപ്പയറ്റും അടി ഭാവക സാധനങ്ങളൊക്കെ കിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മുടെ അജയനിലോട്ട് വരുന്നു. അജയനിലോട്ട് വരുമ്പോൾ നാടും ആ ഒരു സ്റ്റോറിയും സെറ്റിങ്ങും അതെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നി. ഇന്റർവൽ ബ്ലോക്കിനൊക്കെ അടുപ്പിച്ച് മണിയന്റെ പോർഷൻസ് വന്നു. എടേ, ടൊവിനോ ചെയ്തതിൽ വെച്ച് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് മണിയൻ. ആ കണ്ണിലത്തെ മുഖത്തെ ആ ഒരു രൗദ്രവും നമ്മൾ കാണുമ്പോൾ തന്നെ ഒരുമാതിരി നമ്മളങ്ങ് പേടിപ്പിച്ച് നിർത്താൻ പറ്റിയ ഒരു ക്യാരക്ടർ. ആ ഒരു പുള്ളിയിൽ നിന്ന് നല്ലൊരു സ്പിൻ ഓഫ് മൂവി ഉണ്ടാവാം. നിങ്ങൾ നല്ലോണം ചെയ്യുകയാണെങ്കിൽ കിട്ടില്ല ഒരു സ്പിൻ ഓഫ് മൂവി നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ ജോമോണ്ടി ജോൺ അടിപൊളി, മ്യൂസിക് ആണെങ്കിൽ എല്ലായിടത്തും ഭയങ്കര ലൗഡായിട്ട് വേണ്ടത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ 3D വിഷ്വൽസ് അവിടെ ഇവിടെയൊക്കെ കുറെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ചില ഭാഗങ്ങളിൽ ഓവറായി പോയില്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള കുറെ എഫക്ട്സ് അവർ യൂസ് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത് നമ്മുടെ ചുമ്മാ നമുക്ക് കണ്ണിന് കുറച്ച് കളർ വാരി എറിയാൻ വേണ്ടി മാത്രം കുറെ എഫക്ട്സ്, അത് അനാവശ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറെ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഈ സീനിന്റെ ഇത് ആപ്റ്റ് ആണോ, ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ഫസ്റ്റ് ഹാഫ് ഒരു പോയിന്റിൽ ഒരു സംഭവത്തോടെ ഇങ്ങനെ എൻഡ് ചെയ്യുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം ഇതിന്റെ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞാൽ മെയിൻ മോഷണം എന്താണെന്നുള്ള കാര്യം ഞാൻ പ്രഡിക്റ്റ് ചെയ്തു. സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാൻ പ്രഡിക്റ്റ് ചെയ്തതിന്റെ കൂട്ടുകാരുടെ അടുത്തിരിപ്പുണ്ടെന്ന് അവരടുത്ത് പറഞ്ഞു. അതങ്ങനെ തന്നെ വന്ന് അത് ഇത് അജയന്റെ രണ്ടാം മോഷണം അങ്ങനെയാവും, അങ്ങനെയുള്ള ഒരു ചോദ്യം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്തോ തന്നെ ഇതൊന്ന് ആയിപ്പോയി. സെക്കൻഡ് ഹാഫ് എന്നെ സംബന്ധിച്ചോളം ഈ എൻ്റയർ മൂവി ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും വർക്കായില്ല. പേഴ്സണലി ഞാൻ പറയാണ്, ബാക്കിയുള്ളവർക്ക് എന്താ തോന്നിയത് എനിക്ക് ഇതുവരെ അറിയില്ല. എനിക്ക് സെക്കൻഡ് ഹാഫ് ഒട്ടും വർക്കായില്ല. കാരണം നല്ല നല്ല കുറെ മൊമെന്റ്സ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈ ട്രെയിലറിലൊക്കെ കണ്ട മെയിൻ ഒരു നല്ല ലൗഡായിട്ടുള്ള BGM പറഞ്ഞ സെക്കൻഡ് ഹാഫിലാണ്. അത് അടിപൊളിയായിരുന്നു. പിന്നെ മറ്റേ ഇതുണ്ട് കളരിപ്പയറ്റ്. ടൊവിനോ നല്ല ട്രെയിൻഡ് ആയിട്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കളരിപ്പയറ്റിന്റെ വിഷ്വൽസ് ഒക്കെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഷോർട്ട് എടുത്ത് ജോബോട്ടിയോ നല്ല മറ്റേ ബോൾട്ടി ക്യാമറ ഒക്കെ യൂസ് ചെയ്ത് കിട്ടില്ല ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അല്ലാതെ മടിയന്റെ പോർഷൻസ് ഒക്കെ ആണെങ്കിൽ അടിയിടിയൊക്കെ ആയിട്ട് വേറെയും നല്ല നല്ല ആ ഒരു ഫൈറ്റ്സ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഞാൻ പറഞ്ഞിട്ട് ബാക്കി വരാം. ലൊക്കേഷൻ കട്ട്സി, കോസ്റ്റ്യൂം കട്ട്സി അതെല്ലാം പൊളി. നിങ്ങൾ മറ്റേ സെറ്റ് ഇട്ടതാണെങ്കിലും നമുക്ക് പണ്ടത്തെ ഒരു കാലമാണെന്ന് അവർ തോന്നിക്കുന്നുണ്ട്. അതൊക്കെ അടിപൊളിയാണ്, അതൊക്കെ ടോട്ടലി അടിപൊളിയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു പാതയായപ്പോഴത്തേക്കും എന്തോ തന്നെ ഇതായിപ്പോയി. ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഉറക്കം തൂങ്ങി വീഴാൻ തുടങ്ങി.
ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷെ എനിക്ക് ഒട്ടും എൻഗേജിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വലിച്ചു നീട്ടൽ വല്ലാത്തൊരു രീതിയിൽ ഫീൽ ചെയ്തത്. കാരണം ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ ഇനിയിപ്പോൾ എന്തായാലും ക്ലൈമാക്സ് ആവും, ഇത് എന്തെങ്കിലും കുറച്ചുകൂടി ഒന്ന് ബിറ്റാക്കി വലിച്ചു നീട്ടിയതായിരിക്കും ടോട്ടൽ ക്ലൈമാക്സ് ഉണ്ടെന്ന് വിചാരിച്ചു. അടുത്ത സീൻ പോയപ്പോൾ അപ്പൊ എന്തായാലും തീർന്ന് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പുള്ളിന്റെ യോഗം പുള്ളിക്ക് കിട്ടി, അങ്ങനെ അവിടെ നിന്നില്ല. പിന്നെയും ഒരു ഫുൾ റൗണ്ട് ചുറ്റി വന്നടങ്ങി. ഈ അവസാന ക്ലൈമാക്സ് സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി എന്താ നടക്കണേന്ന് പോയി മനസ്സിലായില്ല. ചിലപ്പോ ഞാൻ ഓവർ ഹൈപ്ഡോ ഓവർ എക്സ്പെക്റ്റഡോ ആയതുകൊണ്ടായിരിക്കാം. ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വേറെന്തോ സാധനമാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതാണ് എൻ്റെ വിചാരണയുടെ പ്രശ്നം മാത്രമാണിത്. നിങ്ങൾക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും ഫീൽ ചെയ്യാം. പക്ഷെ ആ ഒരു ക്ലൈമാക്സിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര റബ്ബർ ബാൻഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പേഴ്സണലി ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ തുറന്ന് പറയുകയാണ്, ഫസ്റ്റ് ഹാഫ് വാസ് ഓക്കെ, സെക്കൻഡ് ഹാഫ് വാസ് വെരി ലാഗിങ് ഫോർ മീ. ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു എക്സ്പെരിമെന്റൽ മൂവി ആയിരുന്നു. കാരണം അവർ 3 തലമുറയുടെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ബടിയന്റെ പോർഷൻസ് അതിഗംഭീരമാവുകയും അജയന്റെ പോർഷൻസ് വളരെ താഴ്ന്ന ഒരു തട്ടിൽ കിടക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങൾക്ക് സിനിമ കണ്ട് തീരുമാനിക്കാം. ഇതിന്റെ ഇപ്പോൾ അടുത്ത കൊണ്ടല് കാണുന്നുണ്ട്, അത് കഴിഞ്ഞ് കിഷ്കിണ്ട കാണുന്നുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. ഇതെല്ലാം കുറച്ച് ഓണവും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഇന്നലെ രാത്രി പോയി സിനിമ കണ്ടിട്ട് ഇന്നാണ് വീഡിയോ ഇടാൻ പറ്റിയത്. അജയന്റെ 2ാം മോഷണം ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കലി പടം ബ്രില്യൻ്റ് ആണ്. 3Dന്റെ കുറച്ച് അനാവശ്യ സാധനങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് പടം. പക്ഷെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് സ്ക്രീൻ പ്ലേ ഭയങ്കര ലാഗിങ് ആയി തോന്നി. ദാറ്റ്സ് ഓൾ.